ഷാഫി മത്സരിക്കുമോ? ഷാഫിയും ചില എംപിമാരും മത്സരിക്കുവാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ആ വാർത്തയെക്കുറിച്ച് ഷാഫിയുടെ പ്രതികരണം കാണുക. ഞാൻ പറഞ്ഞു, ഞാൻ ചില മാധ്യമങ്ങളോട് ഒരു അഭ്യർത്ഥനയാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയെ സംബന്ധിച്ച് നിങ്ങൾ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിച്ചിട്ട് അതിൽ ഞങ്ങളുടെയൊക്കെ പടം വരെ കൊടുത്തിട്ട് ഞങ്ങൾക്കും മത്സരിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് ആരോടെങ്കിലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പാർട്ടിയോട് ഞങ്ങൾ പറഞ്ഞതായിട്ട് അവർക്ക് എന്തെങ്കിലും വിവരമുണ്ടോ? അപ്പം അവരുടെ ഊഹാപോഹങ്ങളാണ്. കേരളത്തിലെ എല്ലാ എംപിമാരും വരിവരിയായിട്ട് മത്സരിക്കാൻ നിൽക്കുന്നില്ല. അങ്ങനെ ഒരു തീരുമാനം കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുമില്ല. ഞാനിപ്പോ ഒന്ന് മത്സരിച്ച് ജയിച്ചിട്ടാണല്ലോ നിൽക്കുന്നത്. തൽക്കാലം ഇപ്പൊ അവിടുത്തെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റട്ടെ. ഇല്ല, അത് അങ്ങനെ ആരും ഒരു എംപിയും സ്വയം സ്ഥാനാർത്ഥിയായിട്ട് അങ്ങനെ നിൽക്കുന്നില്ലല്ലോ. ഇന്ന് ഞാൻ മാധ്യമങ്ങൾ കുറെ കാർഡുകൾ എല്ലാവരുടെയും ഫോട്ടോ വെച്ചിട്ട് ഇവരൊക്കെ മത്സരിക്കാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരോടും പറയുന്നു, ഈ ഊഹാപോഹങ്ങളുടെ പുറകെ നിങ്ങളും ജനങ്ങളും പോകേണ്ടതില്ല. മാധ്യമങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പം മത്സരിച്ച് ജയിച്ച് നിൽക്കുകയാണ്. ഇപ്പൊ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റട്ടെ. പാർലമെന്റിലാണല്ലോ ഇപ്പൊ മത്സരിച്ചിട്ടുള്ളത്. ഇപ്പൊ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റട്ടെ. പിന്നെ ഈ വോട്ടർ പട്ടികയിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ നമുക്ക് ഏകദേശം ആദ്യമായിട്ട് എത്ര പേരുകൾ പ്രതീക്ഷിക്കാന്നാണ്? അതൊക്കെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയല്ലേ തീരുമാനിച്ചത്. പാർട്ടി ഹൈക്കമാൻഡ്. ഞാനിപ്പോ പാർലമെന്റിലെ മെമ്പർ ആണല്ലോ. ഇപ്പൊ പാർലമെന്റ് മെമ്പറായി പ്രവർത്തിക്കാൻ തുടരാൻ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? അതല്ല തന്നെ പാർട്ടി അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ അതിൽ ഞാൻ എല്ലാ എംപിമാരുടെയും കാര്യത്തിൽ നിങ്ങൾ ഈ ഊഹാപോഹങ്ങൾ ഉണ്ടാക്കിയിട്ട് വെറുതെ അനാവശ്യമായിട്ടുള്ള ചർച്ചകൾക്ക്, ഞാൻ പറയുന്ന അനാവശ്യമായിട്ടുള്ള ചർച്ചകൾക്ക് വേദികൾ ഉണ്ടാക്കരുത്. നിങ്ങൾ കുറെ എംപിമാരുടെ ഫോട്ടോ വെച്ചിട്ട് അവരെല്ലാവരും മത്സരിക്കാൻ ഇറങ്ങി നിൽക്കുക എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടത്തുന്നത്. ചിലരുടെ ഒക്കെ ക്യാപ്ഷൻ എഴുതിയിരിക്കുന്ന ഞാനും മത്സരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അതെന്തൊരു മര്യാദകേടാ. അങ്ങനെ ഊഹാപോഹങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് പ്രചരിപ്പിച്ചിട്ട് അതിന്റെ ഇടയിൽ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകൾ ആ ദിശയിലേക്ക് വഴിമാറ്റേണ്ടതില്ല. അതിനകത്ത് ഉചിതമായിട്ടുള്ള തീരുമാനം പാർട്ടി എടുക്കും. ആ പാർട്ടി കാര്യങ്ങൾ അതിനനുസരിച്ച് ഇപ്പൊ എന്റെ കാര്യം ഞാൻ പറഞ്ഞു, പക്ഷെ ബാക്കി കാര്യങ്ങൾ പാർട്ടി എടുക്കും. എല്ലാ എംപിമാരും കൂടി കേരളത്തിൽ മത്സരിക്കാൻ റെഡിയായിട്ട് നിൽക്കൊന്നുമല്ല. കേരളത്തിലെ UDFന്റെ നല്ല സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും. അനിവാര്യമായ മാറ്റം കേരളത്തിൽ ഉണ്ടായിരിക്കും. അതിന് ജനങ്ങൾ തയ്യാറായിട്ട് നിൽക്കുക. ഇവരെ മാറ്റാൻ ജനങ്ങൾ തയ്യാറാണ്. ജനങ്ങളുണ്ട് അവരെ മാറ്റാൻ. അതെല്ലാവർക്കും അറിയാം. അതങ്ങനെ ഓരോരുത്തരും, ഇപ്പൊ ഞാൻ തന്നെ, അത് പാർട്ടിയല്ലേ പറയേണ്ടത്. ഓരോരുത്തരും അവനവന്റെ കാര്യം പറയാൻ പറ്റും. ഞാനും മത്സരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ പേരും ഫോട്ടോ വെച്ചിട്ട് ഒരു ക്യാപ്ഷൻ കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അതങ്ങനെ ഓരോ എംപിമാരും വന്നിങ്ങനെ വരിവരിയായി നിന്നിട്ട് ഓരോരുത്തരുടെ പ്രഖ്യാപനം നടത്താൻ പറ്റൂ? അത് പാർട്ടിയല്ലേ നടത്തേണ്ടത്. മത്സരിക്കണോ വേണ്ടേ എന്നൊക്കെ പാർട്ടി തീരുമാനങ്ങളല്ലേ. അത് പാർട്ടി അതിന്റെ പ്രഖ്യാപനം നടത്തുമ്പോൾ പറയും. എന്നാൽ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാതെ ഈ ഊഹാപോഹങ്ങൾ ഇങ്ങനെ ഫോട്ടോ വെച്ച് പ്രചരിപ്പിക്കുന്ന ഏർപ്പാടെങ്കിലും ഒന്ന് നിർത്തണം എന്നുള്ളതാണ് അഭ്യർത്ഥന. ഇപ്പോൾ എംപികളായിരിക്കുന്നവർ യാതൊരു കാരണവശാലും മത്സരിക്കത്തില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ വി.ഡി. സതീശനും സംഘവും കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. കാരണം മുതിർന്ന പല നേതാക്കന്മാരും ഇപ്പോൾ എംപിമാരായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഷാഫി ഉൾപ്പെടെയുള്ളവർ. അവരൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അവർ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചാൽ അവർക്ക് വളരെ സുപ്രധാനമായ പദവികൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചിരിക്കുന്ന സുപ്രധാന പദവികൾ സ്വപ്നം കണ്ടിരിക്കുന്ന പലരുടെയും സ്വപ്നം തകർന്നു പോകും. അതുകൊണ്ട് ഈ എംപിമാരെ യാതൊരു കാരണവശാലും മത്സരിപ്പിക്കരുത് എന്ന ആ വലിയ ഒരു അജണ്ട വെച്ച് അണിയറയിൽ പ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്രകാരം സംഭവിച്ചാൽ വലിയ ഒരു പൊട്ടിത്തെറി. അവരെ മത്സരിപ്പിക്കുവാൻ പലർക്കും വലിയ താല്പര്യമുണ്ട്. ഒന്ന് അടൂർ പ്രകാശിന് താല്പര്യമുണ്ട്, അതുപോലെ ബെന്നി ബെഹനാന് താല്പര്യമുണ്ട്, ഷാഫി പറമ്പലിന് തീർച്ചയായിട്ടും താല്പര്യമുണ്ട്, കൊടിക്കുന്നിൽ സുരേഷിന് അതിലും താല്പര്യമുണ്ട്. ഇവരെ മത്സരിപ്പിച്ചാൽ മറ്റുള്ളവരും ക്ലെയിമുമായി വരും. ചുരുക്കം പറഞ്ഞാൽ ഈ എംപിമാരെ മത്സരിപ്പിച്ചാലും മത്സരിപ്പിച്ചില്ലെങ്കിലും വലിയൊരു പൊട്ടിത്തെറി ഉറപ്പാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.